10 വോട്ട് കിട്ടാനും 10 പേരുടെ കയ്യടി കിട്ടാനും രാഷ്ട്രീയ നേതാക്കൾ ചിലപ്പോൾ എന്തും പറഞ്ഞെന്ന് വരും. ആ വാവിട്ട വാക്ക് കെണിയായി മാറിയാൽ പൊതുവെ തിരുത്തി വഴിമാറി പോവുകയാണ് സാധാരണ ചെയ്യുക. ഒന്ന് കഴിഞ്ഞാൽ ഒന്നെന്ന മട്ടിൽ എന്തും പറയാമെന്ന് കരുതുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ടെന്ന ചോദ്യത്തിന് മൂന്ന് മുന്നണികളും PC ജോർജ് എന്ന പേരെ ആദ്യം പറയും. വിദ്വേഷ പ്രസംഗത്തിന് ഇതിനു മുൻപും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണ് PC ജോർജ്. അന്ന് വാഹനം തടഞ്ഞ് അഭിവാദ്യം അർപ്പിച്ച BJP ഇന്നും പറയുന്നത് ഇതൊക്കെ രാഷ്ട്രീയ നാടകമാണെന്നാണ്. CPM നേതാക്കളും മതമൗലികവാദികളും നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾക്കെതിരെ നടപടി ഒന്നും എടുക്കാതെ പിണറായി സർക്കാർ PC ജോർജിന്റെ കാര്യത്തിൽ മാത്രം കാള പെറ്റെന്ന് കേട്ടയുടൻ കയറെടുക്കുന്നു എന്നാണ് ചില BJP നേതാക്കന്മാരുടെ ചോദ്യം. അത് കേൾക്കുമ്പോൾ PC എന്ന ഇനീഷ്യലിന്റെ ഫുൾ ഫോം വ്യാഖ്യാനിച്ച ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള BJPയിലെ മറ്റ് നേതാക്കന്മാർ പഴയ പരാമർശങ്ങളൊക്കെ തിരുത്തിയോ എന്ന് നാട്ടുകാർ തിരിച്ചു ചോദിക്കും. 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംവദനാകുന്ന PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതിയെയും വിമർശിക്കുമോ BJP എന്ന ചോദ്യം ഇടയിൽ കൂടി ചോദിക്കട്ടെ. വർഗീയത കൊടും വിഷമായി പടരുന്ന കാലത്ത് മതവിദ്വേഷ പരാമർശങ്ങൾ രാഷ്ട്രീയക്കാർ ഇനിയും 10 വോട്ട് കിട്ടാൻ വേണ്ടി നടത്തരുത്. നാടതിനിയും താങ്ങില്ല, നാടതിനിയും പൊറുക്കില്ല. നാക്കിനെല്ലില്ലെങ്കിൽ പിന്നെ അറസ്റ്റ് അല്ലാതെ മറ്റെന്താണ് വഴി? ജനം പറയട്ടെ.